തൃശൂർ ജില്ലയിൽ അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കൊടുങ്ങല്ലൂർ. സിറ്റിംഗ് MLA ആയ VR സുനിൽകുമാറാണ് LDFനായി ഇത്തവണയും കളത്തിലിറങ്ങുന്നത്. ശക്തരായ എതിരാളികളുമായാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടമെങ്കിലും ഇത്തവണയും മികച്ച മാർജിനിൽ കൊടുങ്ങല്ലൂരിൽ വിജയിക്കുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ പ്രതീക്ഷ. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലങ്ങളിലെ പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് 2008 കൊടുങ്ങല്ലൂർ മണ്ഡലത്തിന്റെ പുനർനിർണയം. കോൺഗ്രസിന്റെ അതികായനായ K കരുണാകരൻ പരാജയമറിയാത്ത മണ്ഡലമായിരുന്നു ഒരു കാലത്ത് മാളയെങ്കിൽ ഇടതുപക്ഷം കുത്തകയാക്കിയ സീറ്റായിരുന്നു കൊടുങ്ങല്ലൂർ. എന്നാൽ പുതുതായി രൂപം കൊണ്ട മണ്ഡലത്തിൽ ഒരു തവണ മാത്രമാണ് UDF ജയിച്ചത്. തുടർച്ചയായി 2 തവണയാണ് LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാർ മികച്ച മാർജിനിൽ ജയിച്ചു കയറിയത്. ഇത്തവണയും സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് LDF പ്രവർത്തകർ പറയുന്നു. എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരൻ കോൺഗ്രസ്സുകാരനെ വേണ്ട, കമ്മ്യൂണിസ്റ്റുകാരനെ വേണ്ട, BJPക്കാരെ വേണ്ട, ആ പാർട്ടി ഏത് പാർട്ടിയില്ലാത്ത ഏത് പാർട്ടിക്ക് എന്ന് വിളിച്ചാലും ആളെ സഹായം 100-101% ഉള്ളായിരിക്കാനത്. സുനിൽകുമാറിന്റെ വിജയം സുനിശ്ചിതമാണ്, തർക്കമില്ല. തിങ്ങിക്കൂടിയ വഴിയും ഒരു വികസനവും നടക്കാത്ത മാളയെ പരിപൂർണമായി വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിൽ വലിയ പങ്കാണ് VR സുനിൽകുമാർ എന്ന് പറയുന്ന MLA കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയിട്ടുള്ളത്. 10 വർഷത്തുള്ള വികസനം എന്ന് വെച്ചാൽ സ്വപ്നം കാണാത്ത വികസനമാണ് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കിയത്. അതിന് 100% VR സുനിൽകുമാർ MLA വിജയിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മുൻ മന്ത്രി VK രാജന്റെ മകൻ കൂടിയായ VR സുനിൽകുമാറിന് മണ്ഡലത്തിലുടനീളമുള്ള വ്യക്തിബന്ധങ്ങളും സ്വാധീനവും തെരഞ്ഞെടുപ്പിൽ LDFന് മുതൽക്കൂട്ടാണ്. 10 വർഷത്തിനിടയിൽ കൊടുങ്ങല്ലൂരിൽ നടപ്പാക്കിയ വികസന നേട്ടങ്ങളും പ്രചാരണത്തിലുടനീളം LDF ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മണ്ഡലത്തിലുള്ള ശക്തമായ അടിത്തറ കൂടി കണക്കാക്കുമ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇത്തവണയുമില്ലെന്ന് സുനിൽകുമാർ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വമ്പൻ വിജയം നേടാൻ കഴിഞ്ഞതും മണ്ഡലത്തിൽ നിന്ന് 9000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടാൻ സാധിച്ചതും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് LDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ ഇലക്ഷൻ അനുകൂലമായിരുന്നു. അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും അനുകൂലമായിരുന്നു. അസംബ്ലി ഇലക്ഷനും അനുകൂലമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷാണ് സുനിൽകുമാറിന്റെ മുഖ്യ എതിരാളി. ഡോക്ടർ വർഗീസ് ജോർജാണ് 2020 സ്ഥാനാർത്ഥി. ന്യൂസ് മലയാളം, തൃശൂർ.